ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂഫോറിയ എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ 3-ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നെയ്റ്റിന്റെ അച്ഛന്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത്. നെയ്റ്റിന്റെ അച്ഛന്റെ യഥാർത്ഥ പേരാണ് കോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഡെക്സ്റ്റ എന്ന സുഹൃത്തുമൊത്ത് റസ്ലിംഗ് എല്ലാം പഠിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചുള്ള ഇവരുടെ റസ്ലിംഗ് മത്സരമെല്ലാം കണ്ടുകൊണ്ട് നാശ എന്ന പെൺകുട്ടിക്ക് കോളിന്റെ അടുത്ത് ചെറിയ ഇഷ്ടമെല്ലാം തോന്നുന്നു. എന്നാൽ കോളിനാവട്ടെ താനൊരു ഗേ ആണ് എന്നറിയാവുന്നത് കൊണ്ട് അവൻ ഡസ്റ്ററിന്റെ അടുത്തുള്ള അവന്റെ ഇഷ്ടം തുറന്നു പറയാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നാശയും കൂട്ടി തന്റെ കാറിൽ ആ ടൗൺ മുഴുവൻ ചുറ്റി നടക്കുന്നു. കോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഡസ്റ്ററിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെങ്കിലും കോളിന്റെ അച്ഛന് അവന്റെ സുഹൃത്തുക്കളൊന്നും വീട്ടിലേക്ക് വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവർക്കിടയിലുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പിൽ ചെറിയ ബ്രേക്ക് എല്ലാം വരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡസ്റ്ററിന്റെ കാമുകി അവളുടെ വീട്ടിൽ വെച്ച് ഒരു പാർട്ടിയെല്ലാം നടത്തുന്നു. ഈ സമയം കോളും തന്റെ കാമുകിയായിട്ടുള്ള നാശയും കൂട്ടിക്കൊണ്ട് പാർട്ടി അറ്റൻഡ് ചെയ്യാനായി പോകുന്നു. പാർട്ടിയിൽ വെച്ച് വീണ്ടും അവരുടെ സൗഹൃദമെല്ലാം വളർന്നതുകൊണ്ട് ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി അവരുടെ ജീപ്പിൽ കയറി ഒരു യാത്രയെല്ലാം പോകുന്നു. എന്നാൽ യാത്രക്കിടയിൽ വെച്ച് വളരെ ശക്തമായി മഴയെല്ലാം പെയ്തതുകൊണ്ട് അവർ മഴ മാറുന്നത് വരെ കാത്തു നിൽക്കാൻ വേണ്ടി പോകുന്ന വഴിയിലുള്ള ഒരു ബാറിലേക്ക് ചെല്ലുന്നു. ബാറിൽ വെച്ച് രണ്ടുപേരും നല്ലപോലെ മദ്യപിച്ച ശേഷം അവിടെ കേട്ടിരുന്ന പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയത്താണ് കോളിന്റെ ഉള്ളിലുള്ള സെക്ഷുവാലിറ്റി എല്ലാം പുറത്തേക്ക് വരുന്നതും അവൻ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഡസ്റ്ററിനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഡസ്റ്റർ ആണെങ്കിലോ കോളിന്റെ ഈ പ്രവൃത്തിയെല്ലാം കണ്ടിട്ടും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന്റെ കൂടെ അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. ഇത് കഴിഞ്ഞതും കോളിന്റെ മനസ്സിൽ നാശയുമൊത്തുള്ള ബ്രേക്കപ്പിന് ശേഷം ഡസ്റ്ററിന്റെ കൂടെ പുതിയൊരു ലൈഫ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ തന്നെ കോളിനെ വിളിച്ച് അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം പറയുന്നു. ഇത് കേട്ടതും ഷോക്കായ കോളാവട്ടെ നീ മര്യാദയ്ക്ക് ചെക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെന്ന രീതിയിൽ അവന്റെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ നാശ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടതും കോളിന് തനിക്ക് നാശയെ കല്യാണം കഴിക്കാതെ വേറെ നിവർത്തിയില്ലെന്ന് മനസ്സിലാവുന്നു. ആ പ്രഗ്നൻസിയിലുണ്ടായ കുട്ടിയാണ് നെയ്റ്റിന്റെ ചേട്ടനായിട്ടുള്ള ആരോൺ ജേക്കബ്. അവിടെ കട്ട് ചെയ്ത് ടൗണിലൂടെ കറങ്ങി നടക്കുന്ന ജൂൾസിനെയും റൂബിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം ജൂൾസ് റൂബിന്റെ അടുത്ത് അവളും എലൈറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. റൂബിനാണെങ്കിൽ താനും എലൈറ്റും തമ്മിൽ മയക്കുമരുന്നിന്റെ ബന്ധമാണ് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അവൾ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജൂൾസിനെയും കൂട്ടി നേരെ എലൈറ്റിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഈ സമയം എലൈറ്റ് ആവട്ടെ മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്ത് കിളി പോയിരിക്കുന്ന സമയമായതുകൊണ്ട് ജൂൾസ് നേരെ അവന്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ച ശേഷം അവനും റൂബും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കുന്നു. അവൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ വിശ്വാസമാവാതെ വന്ന ജൂൾസ് അവന്റെ അടുത്ത് നിനക്ക് ഗേൾസിന്റെ അടുത്താണോ അതോ ബോയ്സിന്റെ അടുത്താണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും അവൻ തനിക്ക് രണ്ടുപേരെയും ഒരേപോലെ ഇഷ്ടമാണെന്ന് ജൂൾസിന്റെ അടുത്ത് മറുപടി എല്ലാം കൊടുക്കുന്നു. എലൈറ്റ് ഒരു ബൈസെക്ഷൽ ആണ് എന്ന കാര്യം അറിഞ്ഞതും ജൂൾസിന് തന്റെ ടെൻഷൻ പോയതോർത്ത് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. ആ ദിവസം മുതൽ ജൂൾസും റൂബും മാത്രമായിരുന്ന ആ ഗാങ്ങിലേക്ക് അവർ എലൈറ്റിനെയും കൂടി ചേർക്കുന്നു. അവിടെ കട്ട് ചെയ്ത് സ്കൂളിലെ പ്രിൻസിപ്പളെ കാണാൻ ചെല്ലുന്ന ലെക്സിനെയാണ് കാണിക്കുന്നത്. അവൾ തനിക്ക് ഒരു ഡ്രാമ സംവിധാനം ചെയ്യാൻ വേണ്ടി വളരെയധികം ഇഷ്ടമായത് കൊണ്ട് പ്രിൻസിപ്പളിന്റെ അടുത്ത് അത് ചെയ്യാൻ വേണ്ട പെർമിഷൻ എല്ലാം ചോദിക്കുന്നു. ഇതേ സമയം ലെക്സിയുടെ ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അവളുടെ വീട്ടിൽ എന്നും പ്രശ്നമായതുകൊണ്ട് ആ ട്രോമ കാരണം ആരോടും മിണ്ടാതിരുന്ന ലെക്സി തന്റെ സമയം ചെലവഴിക്കാൻ വേണ്ടി ഓരോ കഥകളെല്ലാം എഴുതുന്നു. പ്രസന്റിൽ പ്രിൻസിപ്പളിൽ നിന്നും ഒരു ഡ്രാമ സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ എല്ലാം കിട്ടിയതും അവൾ അന്ന് രാത്രി ഉറക്കമൊളിച്ചുകൊണ്ട് തന്റെ സ്ക്രിപ്റ്റിന്റെ വർക്കിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഇതേ സമയം കാസി വെളുപ്പിന് 4 മണിക്ക് തന്നെ എഴുന്നേറ്റ ശേഷം സ്കൂളിൽ പോകാൻ വേണ്ടി തന്റെ മേക്കപ്പ് എല്ലാം ആരംഭിക്കുന്നു. നെയ്റ്റിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും അവൾ എങ്ങനെയൊക്കെ ചെന്നിട്ടും നെയ്റ്റ് ആണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത് കണ്ട് അവൾക്ക് വളരെയധികം വിഷമമെല്ലാം ആവുന്നു. അവിടെയൊക്കെ ചെയ്ത് നെയ്റ്റിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞതുകൊണ്ട് നെയ്റ്റിന്റെ വീട്ടുകാർ അവളെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ നെയ്റ്റ് ആണെങ്കിൽ വളരെയധികം നെർവസ് ആയതുകൊണ്ട് അവളുടെ എടുത്തു ചാടിയുള്ള സംസാരമൊന്നും നെയ്ത്തിന്റെ വീട്ടുകാർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വരുന്നു. അവിടെയൊക്കെ ചെയ്ത് തന്റെ കയ്യിലുള്ള ഹെറോയിൻ എല്ലാം കഴിഞ്ഞത് കൊണ്ട് ഫ്രാങ്കോയുടെ കയ്യിൽ നിന്നും അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുന്ന
റൂമിനെയാണ് കാണിക്കുന്നത്. അവൾ ഫ്രാങ്കോന്റെ അടുത്ത് അവന്റെ സാധനമെല്ലാം താൻ വിറ്റ് നൽകാമെന്നും അതാവുമ്പോൾ നിന്റെ കച്ചവടമെല്ലാം കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് സോപ്പിടാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ ഫ്രാങ്കോയ്ക്ക് അവിടെ റൂമിന്റെ സ്വഭാവം നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് അവൻ അവളുടെ അടുത്ത് ഇവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിക്കേണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നു. തന്റെ ഈ പ്ലാൻ നടക്കാതെ വന്നത് കണ്ടതും റൂം നേരെ ഈ കാര്യം ചെന്ന് എലൈറ്റിന്റെ അടുത്ത് പറയുന്നു. എലൈറ്റിനാണെങ്കിൽ ഈ ഐഡിയ വളരെയധികം ഇഷ്ടപ്പെട്ടതും അവൻ അവളുടെ അടുത്ത് നമുക്ക് സാധനം സപ്ലൈ ചെയ്ത് തരാൻ വേണ്ടി ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് റൂമിന് ആദ്യ എപ്പിസോഡിൽ ഫ്രാങ്കോ മരുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ലേഡിയുടെ അടുത്ത് പോയ കാര്യം ഓർമ്മയിൽ വരുന്നു. അവൾ എലൈറ്റിന്റെ അടുത്ത് നമുക്ക് ആ ലേഡിയുടെ കയ്യിൽ നിന്നും സാധനമെല്ലാം മേടിച്ചുകൊണ്ട് അത് നല്ല പൈസയ്ക്ക് മറച്ചു വെക്കാമെന്ന് പറയുന്നു. റൂം തന്റെ പ്ലാൻ എല്ലാം സെറ്റാക്കിക്കൊണ്ട് നേരെ ആ മരുന്നെല്ലാം വിൽക്കുന്ന ലേഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ ഒരുവിധം ആ ലേഡിയെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തതും ആ ലേഡി റൂമിന്റെ കയ്യിൽ ഒരു സ്യൂട്ട് കേസ് എല്ലാം എടുത്ത് കൊടുത്ത ശേഷം ഇതിൽ 20,000 രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയുള്ള മരുന്നുണ്ടെന്നും അത് വിറ്റ ഉടനെ 7,000 രൂപയായിട്ടുള്ള തന്റെ കമ്മീഷൻ മര്യാദയ്ക്ക് ഇവിടെ എത്തിക്കണമെന്ന് റൂമിന് ഒരു വാണിംഗ് എല്ലാം കൊടുക്കുന്നു. ഇത് കേട്ടതും റൂമിന് ചെറുതായി പേടിയെല്ലാം തോന്നുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കാതെ ആ സ്യൂട്ട് കേസും എടുത്തുകൊണ്ട് നേരെ തന്റെ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാനായി പോകുന്നു. അവിടെ ചെയ്ത് നെയ്റ്റ് പറഞ്ഞത് സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഫ്രാങ്കോയുടെ വീടിന്റെ പുറത്ത് അവരെ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്ന നെയ്റ്റിന്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. എന്നാൽ കുറെ നേരമായി അയാൾ അവരെ തന്നെ നോക്കുന്ന കാര്യം നോട്ടീസ് ചെയ്ത ഫ്രാങ്കോയുടെ അനിയൻ ഒരു ഷോട്ട് ഗൺ നെയ്റ്റിന്റെ അച്ഛന് നേരെ പോയിന്റ് ചെയ്ത ശേഷം അയാളോട് നേരെ വീടിന്റെ അകത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു. ഫ്രാങ്കോ നെയ്റ്റിന്റെ അച്ഛന്റെ അടുത്ത് എന്തിനാണ് ഒരാവശ്യവുമില്ലാതെ തന്റെ പിന്നാലെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് തിരക്കുന്നു. കോൾ ഫ്രാങ്കോയുടെ അടുത്ത് നീ എന്തിനാണ് തന്റെ മകനെ തല്ലിയെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു. എന്നാൽ ഫ്രാങ്കോ നെയ്റ്റ് ഒരു സൈക്കോ ആണെന്നും അവൻ ഒരുപാട് പെൺകുട്ടികളുടെ എല്ലാം ഫോട്ടോസ് വെച്ച് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കോളിന്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് ദേഷ്യം വന്ന കോളാവട്ടെ അവന്റെ അടുത്ത് ചെറുതായി ഭീഷണി സ്വരത്തിലെല്ലാം പറഞ്ഞതും ഇത് കേട്ട് ദേഷ്യം വന്ന ഫ്രാങ്കോയുടെ അനിയൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് നെയ്റ്റിന്റെ അച്ഛന്റെ തലമണ്ടയ്ക്ക് 2 കൊട്ടെല്ലാം കൊടുക്കുന്നു. തലയിൽ നിന്നും ചോരയെല്ലാം മുളിച്ചിട്ടും അയാൾ ജൂൾസ് മൊത്തമുള്ള തന്റെ ആ CD ഫ്രാങ്കോയുടെ അടുത്ത് തനിക്ക് തിരിച്ചു നൽകാൻ വേണ്ടി പറയുന്നു. ഇത് കേട്ടതും ഫ്രാങ്കോ തന്റെ കയ്യിൽ ഒരു CD പോലും ഇല്ലെന്നും ഇങ്ങനെയൊരു സംഭവം നടന്നതായി പോലും താൻ അറിഞ്ഞിട്ടില്ലെന്ന് നെയ്റ്റിന്റെ അച്ഛന്റെ അടുത്ത് ഉറപ്പിച്ച് പറയുന്നു. ഇതിൽ നിന്നും തന്നെ നെയ്റ്റിന്റെ അച്ഛന് തന്റെ മകൻ തന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാവുന്നു. അവിടെ ചെയ്ത് കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ ചെന്നിരിക്കുന്ന റൂമിനെയാണ് കാണിക്കുന്നത്. ഈ സമയം പെട്ടിയുമായി വന്നിരിക്കുന്ന റൂമിനെ അലി അവിടെ തൊട്ടപ്പുറത്തിരുന്ന് നോട്ടീസ് ചെയ്ത് വെക്കുന്നു. അയാൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പോവാൻ നേരം റൂമിന്റെ അടുത്ത് പെട്ടിക്കകത്ത് എന്താണെന്ന് തിരക്കുന്നു. എന്നാൽ റൂമാണെങ്കിൽ അലി എങ്ങാനും പിടിച്ചാൽ തന്നെ വീട്ടിലെറിയും എന്നറിയാവുന്നത് കൊണ്ട് ആ പെട്ടി മുഴുവൻ തനിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പുസ്തകമാണെന്ന് അയാളുടെ അടുത്ത് കള്ളമെല്ലാം പറയുന്നു. ഈ സമയം അലി നീ ഇപ്പോഴും മരുന്നെല്ലാം യൂസ് ചെയ്യാറുണ്ടോ എന്ന് അവളുടെ അടുത്ത് ഒരു കുശലാന്വേഷണം പോലെ ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന റൂമാവട്ടെ അയാൾ തന്നെക്കാളും പ്രായം കൂടിയ ആളാണ് എന്ന് പോലും നോക്കാതെ അലിയുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു. റൂം ഈ ബാഗുമായി നേരെ എലൈറ്റിന്റെ വീട്ടിൽ ചെന്ന ശേഷം അതിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇതേ സമയം കെയർ ടേക്കറായി ജോലി ചെയ്യുന്ന മാഡിനെയാണ് കാണിക്കുന്നത്. അവൾ ജോലി ചെയ്യുന്ന സമയം ആരോ ആ വീടിന്റെ കോളിംഗ് ബെല്ലടിച്ചതും അവൾ വേഗം തന്നെ ആ വ്യക്തിയെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.